ആദർശിൻ്റെയും നയനയുടെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അനാമിക അനന്തപുരിയിലെ വലിയൊരു കോലിളക്കം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആദർശം നയനയൊക്കെ ആണെങ്കിലും അമ്പലത്തിൽ പോയി വരുന്ന വഴിക്ക് നന്ദുവിനെ കാണാനായിട്ട് നന്ദാവനത്തിലേക്ക് കയറുന്നുണ്ട്. ആ സമയത്ത് കനകയും ഗോവിന്ദനും ആദർശിനെയും നയനയൊക്കെ വിളിച്ചിരുത്തി ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ റെഡിയാക്കുന്നുണ്ട്. ഗോവിന്ദനും കനകയൊക്കെ കൂടെ നനിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ആദർശനാണെങ്കിലും നല്ല വിഷമമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് കനയ്ക്കും ഗോവിന്ദനും നല്ല വിഷമമുണ്ട്. അനിയുടെ പോക്ക് എങ്ങോട്ടാന്നൊക്കെ അവരിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അതവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ്റെ സമനില തെറ്റി നടക്കുകയാണ് അവനിപ്പോൾ. കാരണം അവനെ ഒട്ടും സ്നേഹിക്കാത്ത ഒരുത്തിയാണല്ലോ അനാമിക. അതുകൊണ്ടാണ് അവൻ ഇത്ര വിഷമം. അതുകൊണ്ടാണ് നന്ദുവിനെ ഇങ്ങനെ ശല്യം ചെയ്യുന്നതെന്നൊക്കെയുള്ള രീതിയിൽ ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ നയനയാണെങ്കിലും നന്ദുവിനെ കാണാനായിട്ട് കയറി പോകുന്നുണ്ട്. ഇപ്പോൾ ഗോവിന്ദൻ്റെയും കനകയുടെയും മനസ്സിലൊക്കെ ചെറിയൊരു ചാഞ്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അനിയെ ഇനി അവഗണിക്കേണ്ട, പ്രതീക്ഷയൊന്നും കൊടുക്കാതെ തന്നെ അവനുമായിട്ട് ഇടപഴകിക്കൊള്ളാനൊക്കെയാണ് നന്ദുവിനോട് ഇപ്പം ഗോവിന്ദനൊക്കെ പറയുന്നത്. പക്ഷേ നയന അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ കൂടുതൽ കുഴപ്പത്തിലേക്കാക്കുമെന്നൊക്കെയാണ് നയന എപ്പോഴും പറയുന്നത്. ആ സമയത്ത് ആദർശനും അതുപോലെ തന്നെ കനയ്ക്കും ഗോവിന്ദനും ഒക്കെ നയനയെ എതിർത്ത് ഒരേ അഭിപ്രായമാണ് അവർ പറയുന്നത്. പിന്നെ ആദർശ് ഗോവിന്ദനോട് കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുമുണ്ട്. ആൽത്തറയിൽ വെച്ച് അങ്ങനൊരു സീൻ അവിടെ നടന്നത് വീഡിയോ ആയിട്ട് ആരും എടുത്ത് അനാമിക്ക് അയച്ചു കൊടുത്തെന്നും നന്ദു അനിയും പരസ്പരം മറന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന വീഡിയോ ഒക്കെ കണ്ടതുകൊണ്ടാണ് പ്രശ്നങ്ങളൊക്കെ ഇത്രയും വഷളായെന്നൊക്കെയുള്ള രീതിയിലൊക്കെ നമ്മുടെ ആദർശ് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും ഗോവിന്ദനും കനയ്ക്കും ഒക്കെ ഷോക്കാവുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും സങ്കടം കൊണ്ട് കനകയാണെങ്കിലും ഇരുന്ന് കരയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നയനയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താ മോളെ ചെയ്യുക? അവളെ എത്ര പ്രാവശ്യം നമ്മൾ ഉപദേശിച്ചു, എന്നിട്ടും അവളും അതിനെയൊക്കെ കൂട്ടു നിൽക്കുകയാണോ എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കുമ്പോഴേക്കും ആദർശ് നന്ദുവിനെ കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ. ആദർശാണെങ്കിലും പറയുന്നത് അവർ ദേഷ്യപ്പെടുമ്പോഴേക്കും ആദർശാണെങ്കിലും അവിടെ പറയുന്നുണ്ട് ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നന്ദുവിനെ ന്യായീകരിച്ച് തന്നെയാണ് ആദർശ് അവിടെ സംസാരിക്കുന്നത്. എന്നിട്ട് നന്ദുവിനോട് ചോദിക്കുമ്പോഴേക്കും നന്ദു ആണെങ്കിലും നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവനാണ് എന്നെ ചേർത്ത് നിർത്തിയത്. പെട്ടെന്ന് തന്നെ ഞാൻ അവനെ തള്ളി മാറ്റുകയും ചെയ്തു. ഇങ്ങനൊരു ബന്ധം നമ്മൾ തമ്മിൽ തുടരാൻ പാടില്ലെന്നും ഇതൊക്കെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊക്കെ കൂടുതൽ വഷളാകും എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ അവനോട് സംസാരിച്ചു. അങ്ങനെയാണ് അവനെ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവിട്ടെന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. മനസ്സമാധാനം കിട്ടാതെ അവൻ വീട് വിട്ട് ഇറങ്ങിപ്പോയപ്പോഴേക്കും പെട്ടെന്ന് അവൻ എന്നെ കണ്ടപ്പം അവൻ അറിയാതെ ചെയ്തു പോയതാ എന്നൊക്കെയുള്ള രീതിയിൽ നന്ദു ആണെങ്കിലും പറയുന്നുണ്ട്. ആദർശാണെങ്കിലും അതിന് കുഴപ്പമൊന്നുമില്ല മോളെ, മോളുടെ മാനസികാവസ്ഥയും ഞങ്ങൾക്ക് മനസ്സിലാകും എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദുവിനെ ആണെങ്കിലും ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് കനകയാണെങ്കിലും പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഗോവിന്ദേട്ടാ? ആ ജോത്സ്യം പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആദർശ് ചോദിക്കുന്നുണ്ട്, ജോത്സ്യൻ എന്താ അമ്മേ പറഞ്ഞെന്ന്. അന്നേരത്തേക്ക് ജോത്സ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ കനക പറയുന്നുണ്ട്. ആദർശ് ചോദിക്കുന്നുണ്ട്, ആഹാ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളും നടന്നായിരുന്നോ? എന്നിട്ട് ആ ജോത്സ്യൻ എന്താ പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ പറയുന്നുണ്ട്, അവൾ സ്നേഹിച്ച ആ പയ്യനെ തന്നെ കല്യാണം കഴിക്കുമെന്നാണ് പറഞ്ഞതെന്ന് പറയുകയാണ് കേട്ടോ. അതോടെ കേൾക്കുമ്പോഴേക്കും ആദർശനാണെങ്കിലും വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. ഇത് കേൾക്കുമ്പോഴേക്കും ആദർശാണെങ്കിലും പറയുന്നുണ്ട്, അനാമിയെ പോലെ ഒരു പെണ്ണായിരുന്നില്ല നമ്മുടെ വീട്ടിലേക്ക് വരേണ്ടിയിരുന്നത്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശ സ്വഭാവമുള്ള പെണ്ണാണ് അനാമിക. അനിയോട് പോലും വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. ഇന്നലെ ഇങ്ങനൊരു സംഭവം നടന്നതിൻ്റെ പേരിൽ അവനോട് എന്ത് മോശമായിട്ടാണ് അനാമിക പെരുമാറിയെന്നറിയാവോ? അതും എല്ലാവരുടെ മുമ്പിൽ വെച്ച് ബെൽറ്റ് എടുത്തിട്ടാണ് അവനെ അടിച്ചത്. അതുകൊണ്ട് ആദർശാണെങ്കിലും ഇവരുടെ കാര്യത്തിൽ അവർ തീരുമാനമൊക്കെ എടുക്കാൻ ശ്രമിക്കുകയാണ്. ആ കാര്യങ്ങളെക്കുറിച്ച് കനകയോടും ഗോവിന്ദനോടും പറയുന്നുമുണ്ട്. അബിയെ പോലെ അല്ല അനിയും ഞാനും മുത്തശ്ശനെ കണ്ടിട്ടാണ് പഠിച്ചിരിക്കുന്നത്. മുത്തശ്ശൻ്റെ അതേ പാതയിലൂടെ പോകുന്നവരാണ് ഞങ്ങൾ. അബിയുടെ കാര്യം പക്ഷെ അങ്ങനെയല്ല. അനിയുടെ മനസ്സിൽ കളങ്കമില്ല. അതുകൊണ്ടാണ് അവൻ നന്ദുവിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചത്. ഇന്ന് വരെ അവൻ്റെ ജീവിതത്തിൽ അവന് വേറൊരു പെണ്ണിനോട് സ്നേഹം തോന്നിയിട്ടില്ല. ആദ്യമായിട്ടും അവസാനമായിട്ടും അവൻ സ്നേഹിച്ചത് നന്ദുവിനെയാണ്. അതുകൊണ്ടാണ് സ്നേഹിച്ച പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കാൻ അവൻ മാക്സിമം ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അനാമിയെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതും അതുകൊണ്ട് തന്നെയാണ്. ഇത്രയും ക്രൂര മനസ്സുള്ള മോശമായ സ്വഭാവമുള്ള ഒരുത്തിയെ എങ്ങനെ അവൻ സ്നേഹിക്കും? അതുകൊണ്ട് അവനെ പറഞ്ഞിട്ടും തെറ്റൊന്നുമില്ല. ഒരു കണക്കിന് പറഞ്ഞാൽ അവൻ്റെ ഭാഗത്തു കൊണ്ട് ന്യായം. അവൻ്റെ അവസ്ഥയ്ക്ക് കാരണം നമ്മളൊക്കെ തന്നെയല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ആദർശ്. ഇനിയും അനിയുടെ കാര്യം നിസ്സാരമായി തള്ളി നീക്കാൻ എനിക്ക് കഴിയില്ല. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ അവസാനം ഈ ജീവിതത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെടാനായിട്ട് അവൻ വല്ല കടുങ്ങുകയും ചെയ്താലോ? അതൊക്കെ ഓർക്കുമ്പം എനിക്ക് ഭയമാണ് തോന്നുന്നേ. അതിലേക്ക് അവനെ തള്ളിയിടാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഞാൻ ചിലതൊക്കെ മനസ്സിൽ കരുതിയിട്ടുണ്ട് അച്ഛാ. മുത്തച്ഛനോട് ഇവൻ്റെ കാര്യം സംസാരിക്കണം. എത്രയും പെട്ടെന്ന് തന്നെ അനാമികയുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചടുക്കി അവളെ ഇവൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിയേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട്. ആ സമയത്ത് അനാമികയാണെങ്കിലും വേണുവിനും രേവതിയൊക്കെ കാണാനാണെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്ന് കഴിയുമ്പോഴേക്കും വേണുവിനെ ഒരുപാടങ്ങ് പ്രശംസിക്കുന്നുണ്ട് അനാമിക. അച്ഛൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, എന്നിട്ട് അതൊന്നും സക്സസ് ആയില്ല. അവസാനം ഇപ്പോൾ എടുത്തു വന്ന വീഡിയോ ഉണ്ടല്ലോ, അതെന്തായാലും നല്ലൊരു വീഡിയോ തന്നെയായിരുന്നു. എത്ര നാൾ കാത്തിരുന്നിട്ടാണ് ഇങ്ങനൊരു അവസരം നമുക്ക് കിട്ടിയതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും വേണു പറയുന്നുണ്ട്, മോളെ
മോൾ എന്തായാലും ആ സമയത്ത് എന്നെ വിളിച്ച് പറഞ്ഞത് നന്നായി, ഇല്ലെങ്കിൽ ഞാൻ പോവില്ലായിരുന്നല്ലോ. ഇതുപോലൊരു രംഗം നമുക്ക് കാണാനും പറ്റില്ലായിരുന്നു. എന്തായാലും മോൾ വിളിച്ച് പറഞ്ഞ ഉടനെ എനിക്ക് പോകാനും തോന്നിയത് എന്തായാലും നന്നായി. നമ്മുടെ സമയം നല്ലതായതുകൊണ്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായി വന്നതെന്നൊക്കെയുള്ള രീതിയിൽ വേണു പറയുന്നുണ്ട്. നമുക്ക് കിട്ടിയ ഒരു തുറുപ്പ് ചീട്ട് തന്നെയാണ് മോളെ ഇത് വെച്ചുകൊണ്ട് തന്നെ അനന്തപുരിയെ തകർക്കണം. നമുക്ക് ചേട്ടൻ്റെയും അനിയൻ്റെയും പ്രവർത്തികളൊക്കെ കാണിച്ചിട്ട് നാറി വിളിപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് വേണു. രേവതിയും അതിനെ സപ്പോർട്ട് ചെയ്ത് തന്നെ സംസാരിക്കാണ് കേട്ടോ. ഇത് വെച്ചിട്ട് ജാനകിയുടെ മനസ്സിൽ മോൾ കയറി കൂടണം, എന്നിട്ട് അവിടുന്ന് കിട്ടാവുന്നതിൻ്റെ മാക്സിമം മോളിനെ അടിച്ച് മാറ്റണം എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണു പറയുന്നുണ്ട്, മോളെ നമുക്കിതുകൊണ്ട് വേറൊരു ഗുണം കൂടിയുണ്ട്, അത് മോൾക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോഴേക്കും അനാമിക ചോദിക്കുന്നുണ്ട്, അതെന്താച്ചാ? അതാ മോളെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ലോട്ടറി എന്നിങ്ങനെ പറയുമ്പോഴേക്കും പറയച്ച എന്നിങ്ങനെ അനാമിക പറയുന്നുണ്ട്. മോളെ നിൻ്റെ ശരിക്കുള്ള ശത്രു ആരാ? ആ നന്ദു അല്ലേ? അവളെ എസ് ഐ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ച പണി 18 നോക്കിയിട്ട് നടന്നില്ലല്ലോ. പക്ഷേ ഇപ്പോൾ അവളായിട്ട് തന്നെ അതിനൊരു അവസരം നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കുക എന്ന് പറയുമ്പോഴേക്കും അനാമിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. അന്നേരം അനാമിക പറയുന്നുണ്ട്, ഒന്ന് തെളിച്ച് പറയാച്ചാന്ന് പറയുക. മോളെ ഈ വീഡിയോ മീഡിയക്കാരുടെ കയ്യിലെത്തിയാൽ എങ്ങനെ ഉണ്ടാകും? എസ് ഐ നന്ദുവിൻ്റെ അനാശാസ്യം പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ചത്തേക്ക് മഞ്ഞപ്പത്രക്കാർ ഇത് തന്നെ ആയിരിക്കും പിന്നെ വാർത്ത അങ്ങോട്ട് എല്ലാവരും അറിയും. ആകെ മൊത്തത്തിൽ അനന്തപുരിക്കെതിരെ നാറ്റ കേസാകും. പിന്നെ അവൾക്ക് തലയുയർത്തി നിൽക്കാൻ പറ്റില്ല, അതോടെ ജോലിയും തെറിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നമുക്ക് കിട്ടിയ ലോട്ടറി തന്നെയാണെന്ന്. അവളുടെ ജോലി തെറിപ്പിക്കാനും നമ്മുടെ ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാനും കിട്ടിയ ഒരു ലോട്ടറി എന്നിങ്ങനെ വേണു പറയുമ്പോഴേക്കും അനാമിക ചിന്തിക്കുന്നുണ്ട് കേട്ടോ, അച്ഛൻ പറഞ്ഞത് ശരിയാണല്ലോ എന്ന്. എന്നിട്ട് പറയുന്നുണ്ട് അനാമിക, ആ അത് ശരിയാ അച്ഛാ, ഞാൻ ആ വഴിക്ക് ചിന്തിച്ചില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. വേണു പറയുന്നുണ്ട്, എന്തായാലും ഇപ്പോൾ ആ വഴിക്കൊന്നും പോകണ്ട മോളെ. ഈ വീഡിയോ വെച്ചിട്ട് നമുക്ക് അല്ലാതെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അവസാനം നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരറ്റക്കൈ പ്രയോഗം അങ്ങ് നടത്തണം എന്ന് പറയുകയാണ് വേണു. രേവതിയും പറയുന്നുണ്ട്, മോൾ ഇനിയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം മോളെ. അവനെ വെള്ളം കുടിപ്പിക്കണം. അവസാനം അവർ തന്നെ ഡിവോഴ്സിൻ്റെ കാര്യങ്ങളുമായിട്ട് പറഞ്ഞിവിടെ വരണം, അല്ലെങ്കിൽ നമ്മൾ വരുത്തിക്കണം. ഒരു 3-4 തലമുറയ്ക്ക് കഴിയാനുള്ളത് നഷ്ടപരിഹാരമായിട്ട് അവരുടെ നിന്ന് വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് അനാമികയും വേണു രേവതിയും ഒക്കെ സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. അനാമിക പറയുന്നുണ്ട്, അതേ അച്ഛാ, 10 അല്ല ഒരു 50 തലമുറയ്ക്ക് വാഴാനുള്ള സ്വത്തും പണവും ഉണ്ട് അവരുടെ കയ്യിൽ. നമുക്ക് എന്തായാലും അത്ര ഒന്നും അവർ തരാൻ പോകുന്നില്ല. അതിൻ്റെ 4-1 കിട്ടിയാൽ തന്നെ നമുക്ക് ജീവിതകാലം മുഴുവൻ സുഖിച്ച് ജീവിക്കാനുള്ള ആസ്തിയുണ്ട്. എന്തായാലും നമുക്ക് അനുകൂലമായിട്ടല്ലേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് വേണുവിനോടും രേവതിയോടും പറയുന്നുണ്ട്, എനിക്ക് അവനെയും കൂടി ഒന്ന് കാണണം, അവനെ കാണാനും കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇറങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട്. അവനോടും കൂടി എനിക്ക് ഈ സന്തോഷമൊക്കെ ഒന്ന് പറയണമെന്ന് പറയുകയാണ് കേട്ടോ. മോള് പോയി പറ മോളെ, മോൾ ഇനി ധൈര്യമായിട്ട് അവൻ്റെ കൂടെ പൊയ്ക്കോ. ഈ ഒരു വീഡിയോ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടേ മോളെ ഇനി അതിൻ്റെ പേരിൽ ആരും ഒന്നും പറയത്തില്ലെന്നൊക്കെ പറയുകയാണ് വേണു. അങ്ങനെ അനാമിക കാമുകനെ കാണാനായിട്ടൊക്കെ പോവുകയാണ് കേട്ടോ. ആ സമയത്ത് നയനയും ആദർശും നന്ദാവനത്തിൽ നിന്നും ഇറങ്ങി തിരികെ അനന്തപുരിയിലേക്ക് വരികയാണ്. ആ സമയത്താണ് നയന അനാമികയും അനാമികയുടെ കാമുകനെയൊക്കെ കാണുന്നത്. അവർ ഒന്നിച്ച് ബൈക്കിൽ പറ്റിച്ചേർന്നിരുന്ന് പോവുകയാണ് കേട്ടോ. ഇത് നയന പറയുന്നുണ്ട്, ആദർശേട്ടാ ഇത് നോക്കിക്കേ, അത് അനാമികയല്ലേ? അവളല്ലേ ആ ബൈക്കിൽ പോകുന്നത്? അവളുടെ കൂടെ ആരാ ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അത് പിന്നെ അവളുടെ കാമുകനായിരിക്കും, അല്ലാതെ പിന്നെ ആരാ? ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയ സംഭവമൊന്നും അല്ലല്ലോ. അവൾക്ക് കാമുകന്മാരുള്ളതും അന്യപയ്യന്മാരുടെ കൂടെ ചുറ്റിക്കറങ്ങുന്നതൊക്കെ ഇപ്പം നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് അനാമിക തന്നെയാണ് എന്നിങ്ങനെ ആദർശ് തീർത്ത് പറയുന്നുണ്ട്. നയന ഉടനെ അത് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും ചോദിക്കുന്നുണ്ട്, എന്തിനാ നയന നീ ഇപ്പോൾ ഫോട്ടോ എടുക്കുന്നത്? എടുത്തിട്ടും കാര്യമൊന്നുമില്ലല്ലോ. ഈ ഫോട്ടോയുടെ ബലത്തിൽ നമ്മൾ എന്തെങ്കിലും പറയാൻ പോയിട്ടുണ്ടെങ്കിൽ അനിയുടെയും നന്ദുവിൻ്റെയും ആ വീഡിയോയുമായിട്ട് അവർ വരും. ഇവിടെ ഇപ്പോൾ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റാത്തൊരവസ്ഥയിലല്ലേ നമ്മളിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നമ്മളിപ്പോൾ അത് കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് പോകാനേ പറ്റത്തുള്ളൂ. തന്നെയുമല്ല, ഇപ്പം അവളെ വെറുപ്പിക്കാൻ പോയാലുണ്ടല്ലോ അത് അനിക്കും നന്ദുവിനും തന്നെ ദോഷം ചെയ്യും. അവളുടെയും അപ്പച്ചിയുടെയും അബിയുടെയും ഒക്കെ കയ്യിൽ ആ വീഡിയോ ഉണ്ടല്ലോ. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ചെന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അവൾ ആ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ എങ്ങാനും ഇട്ടാൽ അത് ലീക്കായാലുള്ള അവസ്ഥ നിനക്കറിയാമല്ലോ. പിന്നെ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകും. പിന്നെ മുത്തച്ഛനും മുത്തശ്ശിയും അറിയിക്കാതെ നമ്മൾ മറച്ചു വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ അവരറിയുന്നതോടൊപ്പം തന്നെ അത് മൊത്തം നാട്ടിൽ പാട്ടാകുകയും ചെയ്യും. അത് നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനത്തെ തന്നെ ചോദ്യം ചെയ്യുകയല്ലേ. മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ ഒരുപാട് വിഷമിക്കും ഇതിൻ്റെ പേരിൽ. എന്തായാലും അപ്പച്ചിക്കും അബിക്കും പറ്റിയ ഒരു ആൾക്കാർ തന്നെയാണ് ഈ അനാമികയും അവളുടെ അച്ഛനും അമ്മയൊക്കെ. എന്നാലും ഈ വിഷയം പറഞ്ഞ് അവളുടെ അടുത്തോട്ട് നമ്മളിപ്പോൾ ചെല്ലാത്തത് തന്നെയാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുമ്പം നയന ചോദിക്കുന്നുണ്ട്, എന്നാലും ആദർശ് ചേട്ടാ ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് നമ്മൾ ചോദിക്കാതിരിക്കുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അനാമികയും അവളുടെ അച്ഛനും അമ്മയൊക്കെ ഒന്നും ചെയ്യാൻ മടിയില്ലാത്തവരാ. അവരുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരെന്തും ചെയ്യും. ഇതിനൊക്കെ പുറമെ ഇത് നമ്മുടെ നന്ദുവിനെയും ബാധിക്കും. അവസാനം ഈ വാർത്ത മഞ്ഞപ്പത്രക്കാർ ഏറ്റെടുത്താലുള്ള അവസ്ഥ നിനക്കറിയാമല്ലോ. അവരിത് ഏത് രീതിയിൽ വേണേലും വളച്ചൊടിക്കും. പിന്നെ എന്തൊക്കെയാണ് എഴുതി കൂട്ടുന്നതെന്ന് പോലും നമുക്കറിയില്ല.
അവരുടെ വായിൽ തോന്നിയതൊക്കെ അവർ എഴുതി കൂട്ടും. അതിനൊക്കെ അവസാനം നമ്മൾ തന്നെ ഉത്തരം പറയേണ്ടി വരും. പിന്നെ അവളുടെ ജോലിയെയും ഭാവിയും ഒക്കെ ബാധിക്കും. ജോലി വരെ ചിലപ്പം പോയേക്കാം എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുമ്പം നയന ആകെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ പറയുന്നുണ്ട്, അബിയുടെ കാര്യത്തിൽ നമ്മൾ എത്രത്തോളം ക്ഷമിച്ചോ അതുപോലെ തന്നെ ഇവരുടെ കാര്യത്തിൽ നമ്മൾ സമയംബരം പാലിക്കണം. അല്ലെങ്കിലുണ്ടല്ലോ നഷ്ടങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറമായിരിക്കും. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറത്തായിരിക്കും നടക്കുക എന്നൊക്കെ പറഞ്ഞ് ആദർശാണെങ്കിലും നയനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇത് കേട്ട് ഒന്നും മിണ്ടാതിരിക്കുകയാണ് നയന. അങ്ങനെ അവർ തിരിച്ച് അനന്തപുരിയിലെത്തി ദേവേനയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ദേവാനി പറയുന്നുണ്ട്, അത് വലിയ അത്ഭുതപ്പെടാനുള്ള കാര്യമൊന്നും അല്ലല്ലോ മോളെ. ഞാനും ഈ വീട്ടിലെ പലരും ആ കാഴ്ചകളൊക്കെ കണ്ടതല്ലേ. പക്ഷേ എന്ത് ചെയ്യാനാ, അച്ഛനും അമ്മയും ഈ കാര്യങ്ങളൊന്നും അറിയിക്കാൻ പറ്റില്ലല്ലോ. അനാമിയെ പുറത്താക്കണം എന്ന് പറഞ്ഞാൽ അതിന് അവർ സമ്മതിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ദേവേന ചോദിക്കുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, ഞാൻ ഇവരുടെ കാര്യത്തിൽ കുറച്ച് തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട് അമ്മേ. ഇനി എന്തായാലും ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. ദേവാനി പറയുന്നുണ്ട്, അതേ മോനെ, എനിക്ക് നിന്നെപ്പോലെ തന്നെ ആനിയും. ഒരു പേ പിടിച്ച പട്ടിയെ പോലെയാ അവൾ ഇന്നലെ ആനിയെ തല്ലിയത്. അവൻ്റെ കയ്യിലും ദേഹത്തും ഒക്കെ അവൾ അടിച്ച പാട് ചുമന്ന് കിടക്കുന്നുണ്ട്. അത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല മോനെ. അവൻ എത്രയൊക്കെ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ഒരു ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? നിങ്ങൾ തമ്മിൽ എത്രയോ നാൾ വഴക്കുമൊക്കെ ആയിട്ട് കഴിഞ്ഞു. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് അനിയുടെ കാര്യത്തിൽ എനിക്ക് നല്ല വിഷമമുണ്ട് മോനെ എന്നിങ്ങനെ ദേവാനി പറയുന്നുണ്ട്. അവൻ്റെ ജീവിതം എന്താ ഇങ്ങനെ ആയി പോയതെന്ന് ഓർത്ത് ഞാൻ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്. പാവം എൻ്റെ മോൻ. ആ താടകയെ ഒരുപാട് സഹിക്കുന്നുണ്ട് അവൻ. അവനെ ഇനിയും ഇങ്ങനെ വിഷമിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല മോളെ. അവളെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ തറവാട്ടിൽ നിന്ന് അടിച്ചിറക്കണം. ഇങ്ങനെയുള്ള ഒരുത്തി നമ്മുടെ കുടുംബത്തിൽ വേണ്ട. അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ നീ തന്നെ പറയണം മോനെ എന്നൊക്കെ ഇങ്ങനെ ആദർശനോട് പറയുന്നുണ്ട്. നീ പറഞ്ഞ അച്ഛൻ കേൾക്കും എന്നൊക്കെ ഇങ്ങനെ ദേവാനി പറയുന്നുണ്ട് കേട്ടോ. ആദർശ് പറയുന്നുണ്ട്, പറയാമേ. എന്തായാലും ഈ ഓണത്തിന് തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ. അവൻ്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ ഇനി കൂട്ടു നിൽക്കില്ല. അനിയുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഒരുത്ത് വരാനേ പാടില്ലായിരുന്നു. അന്ന് ആരൊക്കെ എതിർത്തിരുന്നെങ്കിലും അവർ തമ്മിലുള്ള വിവാഹം നടന്നിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ കുടുംബത്തിലെ സമാധാനം കണ്ടേനെ. ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. എങ്കിൽ അനിയുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇന്ന് ഞങ്ങൾ ജീവിക്കുന്ന പോലെ തന്നെ അവരും സന്തോഷത്തോടെ ജീവിച്ചേനെ എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട്. എന്തായാലും അവരുടെ കാര്യത്തിൽ ഞാൻ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇനി ആരും അനാമികയെ ഇവിടെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് തന്നെ ആദർശ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അനിയൻ നന്ദുവിനെയും ഒന്നിപ്പിക്കാൻ ആദർശ് തന്നെ മുൻകൈ എടുക്കുമെന്നാണ് തോന്നുന്നത്. എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനലോടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്